നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്തു പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രാണായാമങ്ങളാണ്. ഒന്ന് ചന്ദ്രവേദന പ്രാണായാമം, അടുത്തത് ശീതളി പ്രാണായാമമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചൂടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ചൂടുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഹൈ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ മനസ്സിനൊരു കാംനെസ് എപ്പോഴും നിലനിർത്താൻ സഹായിക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രാണായാമങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കൃത്യമായ രീതിയിലും അല്ലെങ്കിൽ എളുപ്പത്തിലും എങ്ങനെ ചെയ്ത് പഠിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദിവസവും നമ്മൾ ജസ്റ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ടോ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ അല്ല നമുക്ക് മാറ്റം വരുന്നത്. നമ്മൾ മുൻപുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ്, കൃത്യമായ രീതിയിലുള്ള സാധന, ഇതിലൂടെയാണ് നമുക്കിതിൻ്റെ ശരിയായ ഗുണങ്ങൾ കിട്ടുന്നതും വർദ്ധിച്ചു വരുന്നതും അതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി സാധനയുടെ കൂടെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ചന്ദ്രവേദന പ്രാണായാമം? ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനാഡിയെ, അതായത് നമ്മുടെ ഇടതുവശത്തെ പ്രതിനിധാനം ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളച്ച് കയറുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചന്ദ്ര അല്ലെങ്കിൽ സൂര്യ എന്നുള്ള രണ്ട് വേർഡുകൾ വന്നത്? ചന്ദ്രവേദന പ്രാണായാമമുണ്ട്, സൂര്യവേദന പ്രാണായാമമുണ്ട്. നമ്മുടെ ശരീരത്തിന് യോഗയുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ വലതുവശം ഇടതുവശം ഉണ്ട് അല്ലേ, റൈറ്റും ലെഫ്റ്റും. നമ്മുടെ വലതുവശം സൂര്യനാഡിയാണ്, അതായത് പിങ്കളനാഡി. അതേപോലെ തന്നെ ഇടതുവശത്തേക്ക് വരികയാണെങ്കിൽ ഇടനാഡി, അതേപോലെ ചന്ദ്രനാഡി. രണ്ട് ഭാഗങ്ങളുടെയും സ്വഭാവവും വ്യത്യസ്തമാണ്. വലതുവശം എന്ന് പറയുമ്പോൾ ചൂടിനെ പ്രതിദാനം ചെയ്യുന്നു, വലതുവശത്തുള്ള ഭാഗം നാഡികൾ. ഇടതുവശം എന്ന് പറയുമ്പോൾ തണുപ്പിനെ പ്രതിദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രവേദന പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടതുഭാഗം ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ബോഡി അനുസരിച്ച് നമ്മൾ ദിവസം സാധന ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്കിലി 1-2 തവണ ഇങ്ങനെയുള്ള പ്രാണായാമസ് കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കൃത്യമായ ടെമ്പറേച്ചർ നിലനിർത്താൻ നമുക്ക് സാധിക്കും ക്രമേണ നമ്മുടെ പ്രാക്ടീസിലൂടെ. അതുപോലെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മുടെ അൾസർ പോലുള്ള കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, ഹൈ BP ഉള്ള ആളുകൾ, അതേപോലെ ടെൻഷനുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഫലവത്താണ്. അതുപോലെ തന്നെ ആരൊക്കെ ഈ ചന്ദ്രവേദന പ്രാണായാമം ചെയ്തുകൂടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോ BP ഉള്ള ആളുകൾ, ആസ്മ പോലുള്ള അസുഖമുള്ള ആളുകൾ, അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥ അനുസരിച്ച് തന്നെ വേണം ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് തുടങ്ങാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചന്ദ്രവേദന പ്രാണായാമമാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ചെയ്തു പോകുന്നതും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ബ്രീത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ് എല്ലാ പ്രാണായാമങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടേതായ ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ മുൻപ് ചെയ്തു പോയിട്ടുള്ള പ്രാണായാമത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലെ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വേരിയൻറ്റിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരുന്നതിന് പകരം പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡിലേക്ക് കുറച്ച് നാളുകൾ കൊണ്ട് എത്തുക. ഈ രണ്ട് പ്രാണായാമങ്ങളും കൂളിംഗ് പ്രാണായാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല, നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം ചെയ്താലും മതിയാവും. നമുക്ക് ഏത് സമയമാണ് ഏറ്റവും ബെറ്റർ പ്രാണായാമം ചെയ്യാൻ? മുൻപ് നമ്മൾ പ്രാണായാമസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അതിരാവിലെയുള്ളൊരു സമയം തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളൊന്ന് കുളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമോ യോഗ സാധന അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ, മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ രീതിയാണ്. അതേപോലെ തന്നെ ഒഴിഞ്ഞ വയറോടുകൂടി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഫലപ്രദം. അഥവാ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല തുറസായ വായുസഞ്ചാരമുള്ള നല്ലൊരു സ്ഥലത്തിരുന്ന് ശാന്തമായ മനസ്സോടുകൂടി വേണം നിങ്ങൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചന്ദ്രവേദന പ്രാണായാമമാണ്. നമുക്ക് ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കാം. നമ്മുടെ ചൂണ്ടുവിരലും പെരുവിരലും ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുൻപുള്ള പ്രാണായാമം ചെയ്തതുപോലെ തന്നെ കാലിന് മുകളിൽ വെക്കാവുന്നതാണ്. നിവർന്നിരിക്കുക, മാക്സിമം നിവർന്നിരിക്കുക, ഫേസ് നേരെ വെക്കുക. മനഃപൂർവ്വം ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമ്മുടെ എല്ലാ മസിൽസും ഫ്രീ ആക്കി വെച്ച് നമ്മളുടെ ടൈറ്റ്നെസ്സൊക്കെ മാറ്റി വെച്ച് കാമായിട്ടിരിക്കുക. നമ്മുടെ വലത് കൈ 2 വിരലുകൾ നടുവിലേക്ക് മടക്കി നാസിക മുദ്ര അല്ലെങ്കിൽ വിഷ്ണു മുദ്രയിൽ പിടിക്കുക. ചൂണ്ടുവിരലും നടുവിരലും മടക്കിയിട്ട് പിടിക്കുക. നമ്മളിപ്പോൾ ഇനി നമ്മുടെ ഈ പെരുവിരലും മോതിരവിരലും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മൾ വലതുവശം ക്ലോസ് ചെയ്തിട്ട് ഇടതുവശത്തൂടെയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം ഇടതുവശം നമ്മൾ ക്ലോസ് ചെയ്യുന്നു, വലതുവശത്തൂടെ പുറത്തിടുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കാം. ചിന്മുദ്രയിൽ ഇടത് കൈ വെക്കുക, നിവർന്നിരിക്കുക, ഫേസ് നേരെ വെക്കുക,
വലത് കൈ വിഷ്ണു മുദ്രയിൽ പിടിക്കുന്നു. നമ്മുടെ പെരുവിരൽ ഉപയോഗിച്ച് വലത് വശം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇടതുവശത്തൂടെ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഇടതുവശം അടച്ചു പിടിക്കാം. ഇനി വലതുവശം ഓപ്പണാക്കി വലതുവശത്തൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും വലതുവശം അടച്ചു പിടിക്കുക. ഇടതുവശത്തൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇടതുവശം അടച്ചു പിടിച്ചു. വലതുവശത്തൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇത് ആവർത്തിക്കാവുന്നതാണ്. അതായത് ഇടതിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു, വലതിലൂടെ പുറത്ത് വിടുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് സംഭവിക്കണം. ഇടതിലൂടെ മാത്രം ഉള്ളിലേക്ക് എടുക്കുക, വലതിലൂടെ മാത്രം പുറത്തേക്ക് വിടുക. ഇനി ശ്വസിക്കുന്ന രീതി, ഓരോ ശ്വാസവും വളരെ ഡീപ്പായിട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് നമ്മൾ ഒറ്റയടിക്ക് വലിച്ചെടുക്കുന്നതല്ല. പകരം സമയമെടുത്ത് ഓരോ ശ്വാസവും വളരെ സ്മൂത്തായിട്ട് മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക. അതിങ്ങനെ ഒരു ഒഴുക്കായിട്ട് സംഭവിക്കട്ടെ, ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ 1:4:2. അതായത് ഒരു ശ്വാസം എടുക്കുന്ന 1 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ 4 സെക്കൻഡ് സമയം പിടിച്ചു നിർത്തി 2 സെക്കൻഡ് സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിനിടയ്ക്ക് ഒരു ഹോൾഡിങ് കൂടി വരുന്നത്. ശ്വാസം ഇടതിലൂടെ ഉള്ളിലേക്ക് എടുത്തു, രണ്ടും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റിലൂടെ പുറത്തേക്ക് വിടുന്ന രീതി. നമ്മളിപ്പോൾ തുടക്കത്തിൽ അത് നോക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് 1:1, അതായത് ഇടതിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു, വലതിലൂടെ പുറത്തേക്ക് വിടുന്നു, ഹോൾഡിംഗ് ഇല്ല. അപ്പോൾ ആദ്യം ഈ ഒരു രീതി കറക്റ്റായിട്ട് കൃത്യമായ രീതിയിൽ ചെയ്ത് നല്ല കൂളായി നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ നമ്മൾ എത്തണം, കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ ഹോൾഡിംഗ് ആയിട്ട് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്താവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്ന, ഈ ഒരു പ്രാണായാമം ചെയ്യുന്ന കൃത്യമായ രീതി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ചന്ദ്രവേദന പ്രാണായാമം ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശീതളി പ്രാണായാമമാണ്. ഇതും അതിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു പ്രാണായാമം തന്നെയാണ്. ഒരേ സ്വഭാവമുള്ള പ്രാണായാമങ്ങളാണ്, പക്ഷെ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണെന്ന് മാത്രം. ശീതളി എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ തണുപ്പിക്കുക അല്ലെങ്കിൽ ആശ്വാസം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാണായാമത്തിലൂടെയും ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ പ്രാണായാമത്തിലും കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൈ BP-യുടെ പ്രശ്നങ്ങൾ, ഉറക്കമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ശീതളി പ്രാണായാമവും. ചെയ്യുന്ന രീതിയിൽ അല്പം വ്യത്യാസമുണ്ട്. ഇതും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന കാലയളവിൽ കൃത്യമായ ഒരു ചെറിയ രീതിയിൽ ചെയ്ത് പഠിക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞ പ്രാണായാമവും ഈ ശീതളി പ്രാണായാമവും നിങ്ങൾക്ക് തുടക്കത്തിൽ 8 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള തവണയോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 6 തവണയോ ചെയ്യാവുന്നതാണ്. വളരെ സാവധാനപരമായ രീതിയിൽ ചെയ്തു നോക്കുക. എന്നിട്ട് ഓരോ ദിവസവും കൂടുന്തോറും ഡെവലപ്പായി വരുന്നതനുസരിച്ച് നിങ്ങളുടെ നമ്പറും കൂട്ടാവുന്നതാണ്. അതിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഒരു പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാണായാമം ചെയ്യുമ്പോഴും തുടക്കത്തിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഫോമിലേക്ക് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കാനോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രാണായാമം എന്ന് പറയുമ്പം ശരീരത്തിനെ മാത്രമല്ല അതിൽ ഒരു മനസ്സിനെ കൂടി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെറ്റായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ അത് പ്രതികൂലമായിട്ട് നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പല രീതിയിലും. ശീതളി പ്രാണായാമം ചെയ്യുന്ന സമയത്തും നമുക്ക് നിവർന്നിരിക്കുന്ന ഒരു പോസ്റ്റർ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് സുഖാസനം, പത്മാസനം, അർദ്ധപത്മാസനം, ഇങ്ങനെ ഏതൊരു രീതിയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിവർന്നിരിക്കുന്ന നട്ടെല്ല് നിവർത്തി ഫേസ് നേരെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. ശീതളി പ്രാണായാമം ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് നമ്മുടെ നാവ് 2 വശത്തു നിന്നും ചുരുട്ടി ഒരു കുഴൽ പോലെ ആക്കി പിടിച്ചിട്ട് അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശീതളി പ്രാണായാമം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, സാവധാനം പുറത്ത് വിടുന്ന രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. ഇവിടെയും ഹോൾഡിങ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്ത് പഠിക്കണമെന്നില്ല. ഹോൾഡിങ് നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ആയി വരുമ്പോഴാണ് നമ്മൾ ആ രീതിയിലേക്ക് കിടക്കേണ്ട കാര്യമുള്ളൂ. 2 പ്രാണായാമങ്ങളും അല്ലെങ്കിൽ ഏത് പ്രാണായാമങ്ങളും ചെയ്യുന്നതിന് മുൻപായിട്ട് 1-2 തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്ത് വിടുന്നത് ഏറ്റവും നല്ല രീതിയാണ്. നമ്മൾ മനസ്സൊന്ന് കാമായതിനു ശേഷം പതുക്കെ ചെയ്തു തുടങ്ങും. നമ്മുടെ നാവ് 2 വശത്തു നിന്നും ചുരുട്ടിയിട്ട് ഒരു കുഴൽ രൂപത്തിലാക്കി പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ക്ലിയർ ആയോ? ആ തണുത്ത നമ്മുടെ തൊണ്ടയിൽ ഒരു തണുപ്പ് വന്ന് തട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. മാക്സിമം അതിലൂടെ വലിച്ച് ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ട് നാവ് ഉള്ളിലേക്ക് വെച്ചിട്ട് സാധാരണ പോലെ വായ അടച്ച് വെക്കുക. മൂക്കിലൂടെ പതുക്കെ സാവധാനം പുറത്തേക്ക് വിട്ട് തീർക്കുക. ആ എടുത്ത ശ്വാസത്തിനെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിവർന്നിരിക്കാൻ ഫസ്റ്റ് കണ്ണടച്ച് വെക്കുക. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വെക്കുക. നാവ് ചുരുട്ടി പിടിക്കുക.
ചുരുട്ടി പുറത്തേക്ക് പിടിക്കുക. അതിലൂടെ ശ്വാസം എടുക്കുക. നാവുള്ളിലേക്ക് വെക്കുക. ഇനി മൂക്കിലൂടെ സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ചെയ്യുക. ക്ലോസ് ചെയ്യാം. മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. ഈ രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ 5, 6, 7 തവണ ചെയ്യുക. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ തവണയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഏതൊരു പ്രാണായാമം ചെയ്യുമ്പോഴും ഇതൊരു ഫീലാണ്, എക്സ്പീരിയൻസ് ആണ്. ഇതിലൂടെ കിട്ടുന്നത് പ്രാണായാമം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണെങ്കിലും വെറുതെ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം, നിങ്ങൾ ആ കാര്യം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ഭാവവും ചിന്തയും രീതിയും മനസ്സിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും, ചെയ്യുന്ന ആളും ആ സാധനയും. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ വളരെ ഡീപ്പായിട്ട്, പെട്ടെന്നല്ല, സാവധാനം, വേഗത കുറച്ച് വളരെ ദീർഘമായിട്ട് ശ്വാസം വലിച്ചെടുക്കുക. ഈ നാവിലൂടെ ക്ലോസ് ചെയ്യുക. വളരെ സാവധാനം പുറത്തേക്ക് വിട്ട് തീർക്കുക. ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് കുറേ നമ്പർ ചെയ്തുകൊണ്ട് കാര്യമില്ല. സാവധാനം പുറത്തേക്ക് ഇട്ട് തീർക്കുക. അപ്പോഴാണ് അതൊരു ഒഴുക്ക് പോലെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇരിക്കുന്ന രീതിയൊക്കെ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബാക്കിൽ നമുക്ക് കടയും, ബാക്ക് പെയിൻ വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം സുഖകരമായി ഇരുന്നിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ. അപ്പോഴാണ് മുഴുവനായിട്ട് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചെയ്തു പോയ 2 പ്രാണായാമത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയി. വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഈ പ്രാണായാമം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാവുന്നതാണ്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വേറെയും കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ, ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടൊരു കാംനെസ്, ശാന്തത നൽകുന്നതിന്, അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മുഴുവൻ നാഡീ വ്യവസ്ഥയും ശാന്തമാക്കി നിലനിർത്താനും പ്രാണായാമം സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള അത്ഭുതപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ, നമുക്ക് അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡെയിലി നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. ഡെയിലി സാധന ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാണായാമത്തിനെ കുറിച്ചും യോഗയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കണം. ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ദിവസവുമുള്ളൊരു പ്രാക്ടീസ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, പ്രാണായാമം ദിവസവും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുൻപ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണായാമത്തിൻ്റെയും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്തു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ 2 പ്രാണായാമവും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.